നമ്മുടെ ഈ സ്കൂളുകളിലെ ലഹരി നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിലൊരു പദ്ധതിയാണ് ലഹരിയിൽ നിന്ന് വിദ്യാർത്ഥികളെ അകറ്റുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുമായി സ്കൂളുകളിൽ സൂംബ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. പ്രേക്ഷകർ, ഇത് നമ്മളെല്ലാവരും രണ്ട് കൈയും അടിച്ച് സ്വീകരിച്ചതാണ്. പക്ഷേ സൂംബ പഠിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു പ്രശ്നം സംഭവിച്ചു. അവിടെ ആവശ്യത്തിന് പഠിപ്പിക്കാനുള്ള ട്രെയിനർമാരില്ല. അതിപ്പോൾ പ്രതിസന്ധിയായി. കായിക അധ്യാപകരെ പ്രയോജനപ്പെടുത്തി സൂംബ പരിശീലനം നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. എന്നാൽ തങ്ങൾക്കിത് അമിത ഭാരമാകുമെന്നാണ് സംയുക്ത കായിക അധ്യാപക സംഘടന പറയുന്നത്. അവരുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ഏതൊരു വർക്കും നമ്മൾ ഏറ്റെടുത്ത് ചെയ്യും. പക്ഷേ ഇത് ഈ സൂംബ ആയിക്കോട്ടെ, കായികക്ഷമതാ പ്രോഗ്രാം ആയിക്കോട്ടെ, ഇത് എല്ലാ കുഞ്ഞുങ്ങളിലും എത്തിച്ചേരണമെങ്കിലും എല്ലാ സ്കൂളിലും അധ്യാപകരുണ്ടാകണം. അതില്ലാത്ത അവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് സംയുക്ത കായിക അധ്യാപക സംഘടന വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ടുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ ഒരു ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിൻ്റെ പുസ്തകത്തിൽ പാഠ്യപുസ്തകത്തിൻ്റെ സൂംബയെ കുറിച്ച് ഒരു ക്ലാസ്സുകളും ഈ അവധിക്കാല പരിശീലനത്തിനും ആ ക്ലാസ്സുകളില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ മുമ്പോട്ട് പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് സബ് ജില്ലയിൽ തന്നെ കായികാധ്യാപകരുടെ എണ്ണം കുറവാണ്. എല്ലാ സ്കൂളിലും വേണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യപ്പെട്ടാണ് ഇപ്പം നമ്മൾ നീക്കുന്നത്. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയും 3 ടേമിലും തിയറി പ്രാക്ടിക്കൽ പരീക്ഷകളും നിലവിലുണ്ട്. ഈ കുട്ടികളുടെ അവകാശമായ പഠനം നടത്തുന്നതിനുള്ള അല്ലെങ്കിൽ ഈ ആരോഗ്യ കായിക വിദ്യാഭ്യാസം വിനിമയം ചെയ്യുന്നതിനുള്ള കായികാധ്യാപകർ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും ആരോഗ്യ കായിക വിദ്യാഭ്യാസം നേരിടുന്ന പ്രശ്നം. സ്വന്തന സാജു ഉണ്ട്. സ്വന്തന സാജു, സർക്കാർ നല്ല രീതിയിൽ നല്ല ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നൊരു പദ്ധതിയാണ് സൂംബ ഡാൻസൊക്കെ. നമ്മൾ ഈ സൂംബ ട്രെയിനർമാർ വേണമെന്ന് വെച്ചാൽ കായിക അധ്യാപകർക്ക് ഇത് പഠിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നൊരു ചോദ്യം മറുഭാഗത്ത് നിൽക്കുന്നു. എന്നാൽ കായിക അധ്യാപകർ പറയുന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങളെയൊക്കെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളേണ്ട എന്നൊരു ചോദ്യമുണ്ട്. എന്താണ് കായിക അധ്യാപക സംഘടനയിലെ ആളുകൾ പറയുന്നത്? സന്തുന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ മാസമൊക്കെ തന്നെയും കണ്ടതാണ്. വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു ഇത്. കുട്ടികളെ സൂംബ പഠിപ്പിക്കുക, അതിലൂടെ അവരുടെ ആരോഗ്യം, അതുപോലെ തന്നെ ലഹരിയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക, സേ നോ ടു ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞ് വലിയ ക്യാമ്പയിനായിട്ടാണ് ഈ സൂംബ ഈ വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുത്തിരിക്കുന്നത്. പക്ഷേ അന്ന് മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു, ആര് സ്കൂളുകളിൽ ഈ സൂംബ പഠിപ്പിക്കുമെന്നുള്ളത്. പക്ഷേ ആ ചോദ്യത്തിന് ഇതുവരെയും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതിനെതിരെയാണ് ഇപ്പോൾ ഈ കായിക അധ്യാപകർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ പറയുന്നത് ഇവർക്ക് പഠിപ്പിക്കാൻ മടിയൊന്നുമില്ല. തങ്ങൾ പറയുന്ന സർക്കാർ പറയുന്നത് പോലെ ഏത് പദ്ധതിയും പഠിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണ്. പക്ഷെ അത് ആവശ്യമായ അധ്യാപകർ ഇല്ല എന്നുള്ള കാര്യമാണ് അരുൺ ഇവർ ഏറ്റവും പ്രധാനമായി പറയുന്നത്. കാരണം ഈ UP-യിലും അതുപോലെ തന്നെ ഹൈസ്കൂളിലുമായി 5402 വിദ്യാലയങ്ങളിലായി 18,000 കായിക അധ്യാപകർ മാത്രമാണുള്ളത്. അപ്പോൾ ഇവർ ചോദിക്കുന്നത്, എങ്ങനെ ഞങ്ങൾ ഇത് പഠിപ്പിക്കും? ഇത്രയും അധികം അധ്യാപകർ കുറവാണ്. ഈ തസ്തിക നിർണ്ണയത്തിൽ ഉണ്ടായ വലിയ പിഴവാണ് ഇത്രയും കുറവ് അധ്യാപകർ ഉണ്ടാകാനുള്ള ഒരു കാരണമെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തസ്തിക പുനർനിർണ്ണയം നടത്തി കൂടുതൽ അധ്യാപകരെ കൊണ്ടുവരികയാണെങ്കിൽ തങ്ങൾ ഈ പറയുന്നത് പോലെ സൂംബ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ തയ്യാറാണെന്നാണ്. അത് മാത്രമല്ല, ഈ ആരോഗ്യ കായിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നതും ഈ കായിക അധ്യാപകർ തന്നെയാണ്. അപ്പോൾ അതിന് പുറമെ ഒരു സൂംബ ക്ലാസ് കൂടി നടത്തേണ്ടി വരുമ്പോൾ ഇത്രയും കുറവ് അധ്യാപകരെ വെച്ചിട്ട് 1000-ലധികമുള്ള സ്കൂളുകളിൽ 1800 അധ്യാപകർ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അവർക്കൊരു അമിത ഭാരമാകുമെന്ന് മാത്രമല്ല പല വിദ്യാർത്ഥികളിലേക്കും ഇത് പൂർണ്ണമായി എത്താത്ത ഒരു സ്ഥിതിയും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇപ്പോൾ നിലവിൽ മന്ത്രിയെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ ഇത് ഈ സൂംബ പഠിപ്പിക്കുന്ന, സൂംബ നൃത്തം ചെയ്യാൻ അറിയുന്ന ആളുകളെ കൊണ്ട് ഇത് പഠിപ്പിക്കണം, അല്ലാത്ത പക്ഷം കൂടുതൽ ആളുകളെ ഈ കായിക അധ്യാപകരായി നിയമിക്കണം എന്നുള്ള കാര്യമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തസ്തിക നിർണ്ണയം തന്നെയാണ്. ഈ തസ്തിക നിർണ്ണയം വളരെ പഴയ രീതിയിലുള്ള തസ്തിക നിർണ്ണയം തന്നെയാണ് കായിക അധ്യാപകരുടെ കാര്യത്തിൽ ഇപ്പോഴും നടന്നു വന്നിരിക്കുന്നത്. മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കാര്യത്തിൽ ഈ തസ്തിക നിർണ്ണയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും കായിക അധ്യാപകരുടെ ഏതാണ്ട് 60 വർഷം മുമ്പുള്ള അതേ തസ്തിക നിർണ്ണയ രീതിയാണ് എന്നുള്ള ഒരു ആരോപണമാണ് ഇവർ പ്രധാനമായും പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് ഇതിൽ തസ്തിക നിർണ്ണയത്തിൽ അടക്കം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ ആരോഗ്യം, അതുപോലെ തന്നെ അവരുടെ ഒരു മാനസിക ഉല്ലാസവും ഒക്കെ തന്നെയും മെച്ചപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ആരോഗ്യവകുപ്പ് തന്നെ കൊണ്ടുവരണം. അപ്പോൾ ഇത്തരം പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അക്കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം തന്നെയാണ് ഇവർ ന്യായമുണ്ട്. 5000-ഓളം സ്കൂളുകളിൽ 1800 അധ്യാപകരെ ഉള്ളുവെങ്കിൽ അത് തീർച്ചയായിട്ടും അത് എണ്ണക്കുറവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇത്തരം സ്കൂളുകളിൽ അധ്യാപകരെ തസ്തിക പുനർനിർണ്ണയം നടത്തി അധ്യാപകരുടെയൊക്കെ ചില പോസ്റ്റുകളൊക്കെ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂടുതൽ അധ്യാപകരെ നിയമിക്കുക, അതല്ലെങ്കിൽ സൂംബ ട്രെയിനർമാരെ കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും സർക്കാർ പരിഗണിക്കുമെന്നാണ് നമ്മുടെ അഭിപ്രായം.